കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ സുരക്ഷയിൽ ആശങ്ക ഉയർത്തി വീണ്ടും പുക. കാഷ്വാലിറ്റിയുടെ 6ാം നിലയിലെ 14ാം നമ്പർ ഓപ്പറേഷൻ തിയേറ്ററിലാണ് പുക ഉയർന്നത്. സംഭവം നടക്കുമ്പോൾ 3ഉം 4ഉം നിലകളിൽ 30ഓളം രോഗികൾ ഉണ്ടായിരുന്നു. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ആദ്യം 3ഉം 4ഉം ഇന്നലെ പരിശോധന നടന്ന് ഇലക്ട്രിസിറ്റിയിൽ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂപ്രണ്ട് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേബിളായിട്ടില്ല. നിലത്ത് കിടക്കുന്ന പേഷ്യന്റ് അവർക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി സ്റ്റേബിളായില്ല, നടക്കാൻ പറ്റുന്ന പേഷ്യന്റ് മാത്രം, കുറച്ച് പേഷ്യന്റ് മാത്രം കിടത്തിയതാണ്. ഇത് 6ാമത്തെ നിലയിൽ തിയേറ്ററിന് ഈ നില ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. തിയേറ്ററിന്റെ ഇതുവരെ യൂസ് ചെയ്യാത്ത സ്ഥലത്താണ്, ഒരു റൂമിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എല്ലാ പ്ലഗ് ബൈ ഓരോ പോയിന്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് അത് കൺസീൽഡ് ആയിരുന്നു. ആ റൂമിൽ മാത്രമാണ് ഉണ്ടായത്. മറ്റേ പേഷ്യന്റ് കിടക്കുന്ന 3, 4 അല്ല, ഇത് 6ാമത്തെ നിലയിൽ തിയേറ്റർ കോംപ്ലക്സിൽ ഒരു റൂമിൽ മാത്രമാണ്. അപ്പോൾ അവർ അതേ രാവിലെ കൊണ്ടുവന്ന വാർഡിൽ തന്നെ തിരിച്ച് അതുവരെ കംഫർട്ടബിൾ സോൺ എന്നുള്ളതിൽ സൂപ്രണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ഇലക്ട്രിസിറ്റിയുടെ അവരുടെ കൺകറൻസോട് കൂടിയിട്ട് മാറ്റി. എമർജൻസി വിഭാഗം നമ്മളവിടെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. പക്ഷേ അവിടെ 2, 3 ഫ്ലോറിലാണ്, 2, 3, 4 ഫ്ലോറുകളിൽ പേഷ്യൻസിനെ പ്രവേശിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ പ്രവേശിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ടോട്ടലായിട്ട് അത് എല്ലാ പരിശോധനയും, ഇപ്പോൾ ഈ നിലകളുടെ പരിശോധന കഴിഞ്ഞപ്പോൾ അവിടേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ബിൽഡിംഗ് ടോട്ടലി അങ്ങനെയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. നമ്മളൊരു 3 ദിവസം എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ടത് ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ 3 നിലകളും പ്രശ്നങ്ങളില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് മാറ്റിയെന്നാണ് പറയുന്നത്. പക്ഷേ പൂർണ്ണമായിട്ട് സജ്ജമായിട്ടാണ് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നത്. അത് എന്തുകൊണ്ടെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതെന്തായാലും അതിൻ്റെ മറുപടി വരട്ടെ. നാട്ടുകാരെയും രോഗികളെയും സംബന്ധിച്ചോളം ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു. അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. അന്ന് പോകാൻ വന്നിന്ന്, ഇന്ന് പകരം മാസം കിട്ടപ്പോൾ എല്ലാവരും ഇറക്കി. ആരോഗ്യസ്ഥിതി മോശമായ ഡേഞ്ചർ കേസാണല്ലോ ഉള്ളത്. ഓപ്പറേഷനൊക്കെ വെച്ച ആളുകളാണ്. അവരെ അവിടുന്ന് കൊടുക്കാണ്ട് ഇവിടെ കൊടുന്ന് ആക്കിയപ്പോൾ പിന്നെ രണ്ടാമത് പോകാൻ ഇത് പിന്നെ ഇതിൽ കൂടി ലിഫ്റ്റിൽ ഇറങ്ങാൻ പറ്റില്ല. താങ്ങി പിടിച്ച് ഞാനായി കൂടി 5-8 രോഗികളെ ഇറക്കി. എന്റെ കുട്ടിയതല്ല, അതിന് വലിയ ഓപ്പറേഷൻ ചെയ്ത മാതിരിക്കുള്ള ആളുകളുണ്ട്. അവർ താങ്ങി പിടിച്ച് ഞാൻ സഹായിക്കാണ്ട് എല്ലാം കൂടി പിടിച്ച് എന്നെ പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ എല്ലാം പിടിച്ച് ഞാൻ ഇറക്കി കൊടുന്ന് പഠിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഈ വയറിങ്ങൊക്കെ ഒന്ന് ശരിയാക്കാൻ പറയും. മറ്റുള്ള 80-90 വയസ്സായ ആളുകൾ താങ്ങി പിടിച്ചാൽ കൊടുന്നോ. എന്റെ കുട്ടി ചാടിക്കളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് ഇത് ശരിയാക്കട്ടെ. എന്താ വെച്ചാൽ ഇങ്ങനെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് രോഗികളെ വിളിച്ചാൽ മതി. ഇതിന്റെ ആളുകൾ പറയാനുള്ള തരാം. പ്രിൻസിപ്പളും അധികാരികളും ഇന്നെന്താ പറയുന്നത്? നിങ്ങളുടെ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ബിൽഡിങ്ങിൽ ആരുമില്ല, രോഗികളില്ല. രോഗിയായിട്ടുള്ള ഒരു ചേച്ചിയാണ് ഒരു തവണ ട്രിപ്പ് ഇട്ട് തിരിച്ച് സ്കാൻ ചെയ്ത് തിരിച്ചു വന്നത്. അപ്പൊ അവർ ഇപ്പോൾ ഉള്ളോട്ട് കയറ്റുന്നില്ല. അപ്പൊ ഇവരാരോടൊക്കെ എന്തൊക്കെ ഒളിക്കുകയാണ്. ഇത് നടത്തിക്കൊണ്ടു പോകേണ്ട ആളുകൾ കളവ് പറയുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ. നിങ്ങളുടെ മുൻപിലല്ലേ ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇവിടെ നിന്ന് 3ാം വാർഡിൽ നിന്ന് ട്രിപ്പ് ഇട്ടു. ആ ട്രിപ്പ് ഇട്ടിട്ട് ഒരാൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവർ ഉള്ളോട്ട് കയറ്റുന്നില്ല. അതേസമയം ഇവിടുത്തെ ഡോക്ടറും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറയും ഉള്ളിൽ ആരുമില്ല, ആരെയും കയറ്റിയിട്ടില്ല. ഇതൊരു ആതുര സേവന കേന്ദ്രമാണ്, അഭയകേന്ദ്രമാണ്. ജനങ്ങളുടെ ആ അഭയകേന്ദ്രത്തെ ആശങ്ക കേന്ദ്രമാക്കുകയാണ് ഇവിടെ. ഇപ്പൊ അവരിത് പറയുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് അവരെ ഇവിടെയല്ല അപ്പുറത്തെ ബ്ലോക്കിൽ പോകണം, 17ാം ബ്ലോക്കിൽ പോകണം എന്ന് പറഞ്ഞ ആളുകളെ മാറ്റാണ്. ഒരു ഉത്തരവാദിത്തത്തിന്റെ അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റത്തോടെ നടക്കുക. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഹീദ്, ഒരു ദുരന്തത്തിന്റെ ആ ഒരു ഞെട്ടൽ വിട്ടുമാറും മുൻപ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നു, അതും അതേ ഇടത്ത് തന്നെ. അപ്പോൾ ഈ സുരക്ഷയൊക്കെ തന്നെ തുലാസിലാണ് എന്ന സംശയങ്ങളൊക്കെ തന്നെ ബലപ്പെടുകയാണോ? പ്രത്യേകിച്ച് പൂർണ്ണമായും സജ്ജമായതിനു ശേഷം മാത്രമേ രോഗികളെ അവിടേക്ക് പ്രവേശിക്കാൻ പാടുള്ളായിരുന്നു. അത് മന്ത്രിയും സമ്മതിക്കുന്നുണ്ട്. വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ സംഭവത്തിന് ശേഷം എടുത്ത നടപടികളും സംഭവത്തെക്കുറിച്ചും? പ്രദേശ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ രോഗികളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി തീപിടുത്തമുണ്ടായ കാഷ്വാലിറ്റി ബ്ലോക്ക്, അതേ ബ്ലോക്കിൽ തന്നെ ഇന്ന് വീണ്ടും പുക ഉയർന്നിരിക്കുന്നു. കാഷ്വാലിറ്റി ബ്ലോക്കിലെ 6ാം നിലയിൽ അവർ ഓപ്പറേഷൻ തിയേറ്റർ മുറിയിലാണ്, 14ാം നമ്പർ മുറിയിലാണ്, തിയേറ്ററിലാണ് പുക ഉയർന്നത്. അവിടെ തിയേറ്ററിനോട് ടേബിളിനോട് സജ്ജീകരിച്ചിരുന്ന ഒരു ലൈറ്റിൻ്റെ വയറിൽ നിന്നാണ് ഈ പുക ഉയർന്നത്, കരിഞ്ഞത്. അവിടെ നിന്നാണ് പുക ഉയർന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ തുടർച്ചയായി ഇങ്ങനെ ഇവിടുത്തെ വയറിംഗ് ഇലക്ട്രിഫിക്കേഷൻ സംവിധാനത്തിൽ തുടർച്ചയായി അപാകതകൾ ഉണ്ടാകുന്നു, പുകയുയരുന്നു, രോഗികളുടെ ആശങ്കയിലുണ്ടാക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു വലിയൊരു ചോദ്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ കാണിച്ച അവരുടെ ഭാഗത്തുനിന്ന് വിശദീകരണത്തിൽ തന്നെ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്.
അതായത് ഈ സംഭവം ഉണ്ടായ ശേഷം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സമയത്ത് ഇന്നത്തെ സംഭവം നടക്കുന്ന സമയത്ത് രോഗികളാരും ഇവിടെ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെ, അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആശങ്കയെ ഇല്ല എന്നുള്ളത് വിശദീകരിച്ചിരുന്നത്. പക്ഷേ സമയം വൈകാതെ തന്നെ രോഗികളുടെ കൂട്ടിരിപ്പുകാരും ബന്ധുക്കളും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതായത് 3ഉം 4ഉം വാർഡുകളിൽ ഏകദേശം 30ഓളം രോഗികളുണ്ടായിരുന്നു. അവർക്ക് ഈ പെട്ടെന്ന് തന്നെ ഈ പുക വന്നതോടുകൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമാനമായ രീതിയിൽ പെട്ടെന്ന് തന്നെ പരിഭ്രാന്തരായി പുറത്തേക്ക് ഓടുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് വളരെ ഗുരുതരമായ സാഹചര്യമാണ്. അതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ ഇവിടെ ആദ്യത്തെ പുക ഉണ്ടായ സമയത്ത് ഇവിടെ വന്ന് വിശദീകരിച്ചത് ഈ കാഷ്വാലിറ്റി പൂർണ്ണമായും വയറിംഗ്, ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ രോഗികളെ പ്രവേശിപ്പിക്കുന്നുള്ളൂ എന്നുള്ളതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് രോഗികളെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടാകുന്നു, ആദ്യ സംഭവത്തിന്റെ പാഠം പോലും ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്.